ഹലോ, വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഇതൊരു സമ്പൂർണ്ണമായത്, അതായത് കംപ്ലീറ്റ് ഫുഡാണ് കേട്ടോ ഇത് കഴിച്ചാൽ തന്നെ നമുക്ക് ഫുൾ എനർജി ആയിരിക്കും. ഈ ചൂട് സമയത്തും റംലാനൊക്കെ പറ്റിയൊരു ഫുഡാണിത്. ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് ഞാൻ മൊത്തം എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. അതിനകത്തുനിന്ന് ഒരു 3-4 സ്പൂൺ പാലെടുത്തിട്ട് നേരി ചൂടാക്കിയ ശേഷം ഇതിനകത്ത് 2 സ്പൂൺ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണം, കാരണം കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇതൊന്ന് കുറച്ച് പാല് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിന് ശേഷം വേണം ബാക്കിയുള്ള പാലിലേക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട്. സ്റ്റൗ ഓണാക്കിയ ശേഷം പാലും ചെറിയൊരു ചൂടായ ശേഷം ഈ മിക്സിങ് ഇതിനകത്തേക്ക് ആഡ് ആക്കാം. ഇതിനകത്ത് 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം ചേർക്കാം അല്ലെങ്കിൽ കുറക്കാം. ഓക്കെ, പാലം തിളച്ച ശേഷം നമുക്കിത് ഈ മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൈവിടാതെ ഇളക്കണം. ഇത് അധികം കുറുകണ്ട, ഒരുവിധം ഒന്ന് കുറുകിയ ശേഷം നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് ബാക്കി ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ പാൽ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് കുറച്ച് സ്റ്റോൺലെസ് ഗ്രേപ്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, മാംഗോ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, മാതള നാരങ്ങയുണ്ട്. ഈ മാതള നാരങ്ങ കട്ട് ചെയ്യണ കാര്യം എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളതാണ്. ഇതിൻ്റെ താഴെയും മുകളും ഇത്തിരി ഡീപ്പായിട്ട് കട്ട് ചെയ്ത ശേഷം സൈഡിൽ 4 സൈഡായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം ഇത് കഴിക്കാനല്ല പാട്, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനാണ്. ഇതിനകത്ത് നിൻ്റെ സീഡ്സ് എടുക്കാനാണ് ബുദ്ധിമുട്ട്. കുറച്ച് ഡീപ്പായിട്ടൊന്ന് താഴെ മുകളിലൊന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം 4 സൈഡിലായിട്ട് ഓരോ വരകളിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് അകത്തിയെടുക്കാൻ പറ്റും. ഈ ഇതെല്ലാം അതിൻ്റെ തോടെല്ലാം മാറ്റാൻ പറ്റും. ഈ മാതള നാരങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും BP കൺട്രോൾ ചെയ്യുന്നതിനും ഹൃദയാരോഗ്യത്തിനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ മാതള നാരങ്ങ. അതുകൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് സ്റ്റോൺലെസ് ഗ്രേപ്സ് ഉണ്ട്. ഗ്രേപ്സ് പൊട്ടാസ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും ഒക്കെ അളവ് നമുക്ക് ക്രമീകരിക്കും ബോഡിയിൽ. ആപ്പിൾ ഫൈബറിൻ്റെ ഒരു കലവറ തന്നെയാണ്. പിന്നെ അത് കൂടാതെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ബനാന. അതിനകത്ത് പെക്റ്റിൻ പ്രതിരോധ ശേഷിയുള്ള അന്നജം ഭക്ഷണശേഷമുള്ള പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കും. അതിന് വളരെ അത്യുത്തമമാണ്. പിന്നെ മാംഗോ ഉണ്ട്. മാംഗോയിൽ ധാരാളം വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. മിക്സ് എല്ലാം ഇതിനകത്ത് ഇട്ട ശേഷം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നിങ്ങൾ ഫ്രീസറിൽ വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇതിനകത്ത് ഞാൻ ഒരു പകുതി ബനാന ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. തണുപ്പധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വയ്ക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഒരു ലെവലിൽ ഉപയോഗിച്ചാൽ മതി. ഇതിനകത്തേക്ക് ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കസേഴ്സ്. ഇത് ദഹനത്തിന് വളരെയധികം സഹായകമായ ഒന്നാണ്. പിന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിനും ഹൃദയാരോഗ്യത്തിനും ഇത് കസേഴ്സ് വളരെയധികം നല്ലതാണ്. പിന്നെ മലബന്ധം ഒഴിവാക്കുന്നതിനും കസേഴ്സ് ഉപകാരപ്പെടുന്നു. ഇതെല്ലാം കൂടി മിക്സ് ആകുമ്പോൾ അത് ശരീരത്തിന് ഫുള്ള് നമുക്ക് എനർജി കിട്ടുന്നതിന് വളരെയധികം നല്ലൊരു ഫുഡാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. റംലാനും ചൂടിനും നല്ല അടിപൊളിയൊരു ഫുഡ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.